നിറം പോലും നല്ല കല്ലു വേണോ, നല്ല പേരോലും കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ദേവകി തഞ്ജടരമ അകരത്തിൽ നിന്നോദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ? ഇന്ദ്രനീലമണി വർണ്ണം കൊണ്ടു ലക്ഷ്മി വക്ഷശീല സാന്ദ്രമോദം വിളങ്ങുമ കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ജോലിയോടും ശിശുക്കെന്നെ വാങ്ങിയതാ കല്ലു വേണമോ? ദുർഗാ ഭഗവതിയെ പകരമായി കൊടുക്കായി ദുർഗമാക്കുമെന്നായി തീർന്ന കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഗോപബാലന്മാരാമുത്തുമാലയുടെ നടുക്കാണി ഗോപതിയായി ചിഹ്നം കൃഷ്ണൻ കല്ലു വേണമോ? വല്ലഭത്രി നികരത്തിൽ പൂജ കഞ്ച കോരകത്തിൽ നല്ല വർണ്ണം രസിപദം കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഹൃദയത്തിൽ പോലെ മായാബന്ധം മോറിച്ചോട് മൂറാത്തിയിലാട്ടിടുമ കല്ലു വേണമോ? ധരിക്കുവിൽ വേണ്ടെന്നായി തോന്നിയിലും ജയിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഈഹപര സുഖങ്ങളിൽ മുഴുകി കാണിപ്പേറ്റുമ മഹാജനം ചൂടും നല്ല കല്ലു വേണമോ? ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ദേശം തോറും ചുറ്റിപ്പിക്കുമോ? നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. നാരായണാക്ഷരം പുണ്യം ജിഹ്വാഗ്രേയസ്യ വർത്തസേ. നാരായണസ്തമന്വീതി വത്സം ഗൗരിവത്സല. നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും. നാവിനുണർച്ച വരും ഏറ്റവും അന്ത്യകാലേ. ഗോവിന്ദപാദ കമലങ്ങൾ തെളിഞ്ഞു കാണാം. ആനന്ദ ചിന്മയ ഹരേ
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ത്രാലേശമനിശം ശ്രീഹരേ ഗുരുവായൂരപ്പാശരണം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോ ശരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ശ്രീമണ്ഡ്യൂർ ഗുരുനാഥാശ്രണം. ഏതോ മോഹനമായ മഞ്ജുമുരളീഖണ്ഡത്ത് നിന്നുർന്നതാം നാദബ്രഹ്മനന്ദധാരയ ജഗത്താകെ കുളിപ്പിച്ചുടൻ രാധാദേവി തുടങ്ങിയോരുപനിഷത്ഭൂപീഗതം ഭക്തൊടും കൈതപ്രത്തഴവോളമർന്നരുളുമാലബാലൻ ശ്രീവാസുദേവരത്തപ്പാശ്രണം. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന ന്യാശ്ചഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ ശിവായ. സൂത ശൗനക സംവാദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, അല്ലേ? നൈമിഷാരണ്യത്തില് നീണ്ട കാലം സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സത്ര വേദിയിലേക്ക് വന്നു ചേർന്ന സൂതനെ ബഹുമാനിച്ചിരുത്തി കുറെ സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾക്ക് സൂത പൗരാണികൻ നൽകുന്ന മറുപടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൂത ശൗനക സംവാദത്തിൽ നിന്ന് നമ്മൾ ഇനി മെല്ലെ ആ സൂത ശൗനക സംവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യാസനാരദ സംവാദത്തിലേക്ക് കടക്കുക. അപ്പോ ശൗനകാദികളെ ചോദിക്കുകയാണ്. സൂത സൂത മഹാഭാഗ വദനോ വദതാംബര കഥാം ഭാഗവതീം പുണ്യാം യഥാ ഭഗവാൻ ശുകഃ. അല്ലയോ സൂത, മഹാഭാഗ, ഭാഗ്യശാലിയായിട്ടുള്ള സൂത നാം വിളിച്ചത്. പരമഭാഗ്യവാനാണ്. എന്തേ മഹാഭാഗ എന്ന് വിളിക്കാൻ കാരണം? സാക്ഷാൽ ശ്രീശുക ബ്രഹ്മശ്രീയിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ സാധിച്ചില്ലേ? ഇതിൽ കൂടുതൽ എന്താ മഹാഭാഗ്യം വേണ്ടത്? അതുകൊണ്ടാണ് മഹാഭാഗ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. എന്താ പറഞ്ഞു തരേണ്ടത്? കസ്മിൻ യുഗേ പ്രവൃത്തയം സ്ഥാനേ വാക്കേന ഹേതുന കുതസഞ്ജോതിത കൃഷ്ണ കൃതവാൻ സംഹിതാഗ്നി. കാണാൻ പറ്റും. എന്താ പറഞ്ഞു തരേണ്ടത്? ഏത് യുഗത്തിലാണ് ഭാഗവതം രചിക്കപ്പെട്ടത്? ആരുടെ പ്രേരണ കൊണ്ടാണ് ഭാഗവതം എഴുതിയത്? മഹായോഗിയും സമദർശിയും അല്പം പോലും ഉള്ളിൽ ഭേദഭാവമില്ലാത്തവനുമായ അജ്ഞാന നിദ്രയിൽ നിന്നും ഉണർന്ന് പരമതേജസ്വിയായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, അന്യർക്ക് തന്റെ മഹിമ ഒട്ടും മനസ്സിലാക്കി കൊടുക്കാത്ത, കണ്ടാൽ ചിലപ്പോ ഒരു മൂഢനാണ്, പൊട്ടനാണ് എന്ന രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ വിശേഷണങ്ങളാണ് ആരുടെ? ശ്രീശുകൻ. അങ്ങനെയുള്ള ആ ശ്രീശുകനെ ഇതെങ്ങനെ ഉപദേശിച്ചു? അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. കാരണം വ്യാസനെ പോലെയല്ല ശ്രീശുകൻ. അതിനൊരു ചെറിയ ഉദാഹരണം അവിടെ പറയുന്നു. ദൃഷ്ട്വാ ദേവ്യോ ഹ്രിയ
പരിതധും നസുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി സ്ത്രീ കുംഭിതാ നസുതസ്യ വിവിക്തദൃഷ്ടേ. ഒരൊറ്റ ശ്ലോകത്തില് ഒരു പഴയ കഥ. അച്ഛനും മകനും പോവാ. വ്യാസനും ശ്രീശുകൻ. അപ്പോ ഒരു നദിയുടെ തീരത്തുകൂടെ പോകുന്ന സമയത്ത് മുൻപില് ശ്രീശുകൻ പോകുന്നുണ്ട്, പിറകില് വ്യാസൻ അച്ഛൻ വരുന്നുണ്ട്. അപ്പോ നദിയില് കുറെ സ്ത്രീകള് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകള് ശ്രീശുകൻ പോകുന്ന സമയത്ത് നിസ്സംഗ ഭാവത്തോട് കൂടിയിട്ട് നോക്കി. ഒരു ഭേദഭാവം ഉണ്ടായില്ല. ശ്രീശുകൻ പോയി, പിറകിൽ ആര് വരുന്നു? വ്യാസൻ വരുന്ന സമയത്ത് ഓടിച്ചെന്നവരെല്ലാവരും വസ്ത്രം എടുത്തു. തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ. ഇത് കണ്ടിട്ട് തന്റെ സംശയം അടക്കാൻ പറ്റാത്തതുകൊണ്ട് തുറന്ന് ചോദിച്ചു അത്രേ, എന്താ ഇതിന്റെ കാരണം? നിങ്ങള് എന്നെ കാണുന്ന ഓടി വന്നിട്ട് വസ്ത്രം എടുത്തു കൊടുത്തത്, എന്റെ മകനിലെ മുന്നിൽ പോയത്. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? സ്ത്രീ കുംഭിത നസുസുതസ്യ വിവിക്തദൃഷ്ടേ. സ്ത്രീ പുരുഷ ഭേദഭാവം ആർക്കില്ല? അങ്ങയുടെ മകനില്ല. അതുകൊണ്ടാ അങ്ങേക്കതുണ്ട് ഭേദദൃഷ്ടി. അങ്ങനെ ഒരു പഴയ കഥ കേട്ടിട്ടുണ്ട്. എന്റെ മകൻ യുവസുന്ദരൻ, യുവാവാണ്, സുന്ദരനാണ്. അപ്പൊ അവനെ കാണുമ്പോഴല്ലേ നിങ്ങള് ഉടുക്കേണ്ടിയിരുന്നത്, ഓടിച്ചെന്ന് വസ്ത്രം. അതല്ലല്ലോ നിങ്ങൾ ചെയ്തത്. പ്രായം കൂടിയ, അവനെ പോലെ സൗന്ദര്യമില്ലാത്ത ഒരു മഹർഷിയായിട്ടുള്ള എന്നെ കണ്ടപ്പോഴെന്തേ അങ്ങേക്ക് സ്ത്രീ പുരുഷ ഭേദം തോന്നുന്നുണ്ട്. പക്ഷേ പുത്രൻ എന്തില്ല? ആ സ്ത്രീ ഭേദഭാവം ഇല്ല, അകന്നവനാണ്. എന്തുകൊണ്ട്? ജ്ഞാനനിഷ്ഠ എന്നാണ്. ആ ജ്ഞാനനിഷ്ഠയുണ്ട് അങ്ങയുടെ മകന്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ലജ്ജയും തോന്നിയില്ല. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ പരീക്ഷത്തിന് കാണാനും തിരിച്ചറിയാനും എങ്ങനെ സാധിച്ചു? ചോദ്യം മനസ്സിലായോ? ഒരു അവധൂതനെ പോലെ സഞ്ചരിക്കുന്ന ആളാണ് ശ്രീശുകൻ. അങ്ങനെയുള്ള ശ്രീശുകന് എങ്ങനെയാണ് പരീക്ഷത്തിനെ തിരിച്ചറിയാൻ സാധിച്ചത്? എന്നിട്ട് പരീക്ഷത്തിനെ സമീപിക്കാൻ സാധിച്ചത്? എന്നിട്ട് ഈ ഭാഗവതം ഉപദേശിക്കാൻ സാധിച്ചത്? ഭ്രാന്തനെ പോലെ ജഡനെ പോലെ ഉന്മത്ത മൂക ജഡവത് വിചരന്. ഉന്മത്ത മൂക ജഡവത് വിചരൻ. ഒരു ഭ്രാന്തനെ പോലെ, ഒരു ജഡനെ പോലെ, മൂകനെ പോലെ സഞ്ചരിക്കുന്ന ആ ശ്രീശുവന് പരീക്ഷത്തിന് ഉപദേശിക്കാൻ എങ്ങനെ സാധിച്ചു? എവിടെ വെച്ചാണ് ആ സംവാദം ഉണ്ടായത്? ആ സംവാദമാണ് ഈ ഭാഗവതം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗവത സംഹിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംവാദ സമഭൂക്താത എത്രേഷ സാത്വതി ശ്രുതി. ശ്രദ്ധിക്കണം, ഏഷ സാത്വതി ശ്രുതി എന്നാ പറഞ്ഞത്. മനസ്സിലായോ? വേദം എന്ന് പറഞ്ഞിരിക്കുന്നു. ഭാഗവതം എന്ന വേദം അങ്ങനെയല്ലേ രൂപപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ശ്രീശുകൻ ഒരിടത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പശുവിനെ കറക്കുന്ന സമയം പോലും കാത്തിരിക്കില്ല. എന്താണ് പറഞ്ഞത്? സ ഗോദോഹന മാത്രം ഈ ഗൃഹേഷു ഗൃഹമേധിനാം. ഗൃഹസ്ഥന്മാരുടെ പോയാൽ അല്പസമയം, പശുവിനെ കറന്നു തീരുന്ന സമയം. പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാലോ, പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റേ വേണ്ടു. അല്പസമയമുണ്ട് പശുവിനെ കറക്കാൻ.
എന്താ കാരണം? അവരവരുടെ വീട്ടിലേക്ക് അവരവർക്ക് അത്യാവശ്യമുള്ള പാല് എത്രയാണോ വേണ്ടത് അത്രയാണ് പശുവിനെ കറക്കേണ്ടത്. ഇപ്പൊ ആരെങ്കിലും ബക്കറ്റ് കൊണ്ടുവച്ചിട്ട് പശുവിനെ കറക്കാൻ 1 മണിക്കൂർ എടുക്കുമല്ലോ സാറേ. എന്നിട്ട് സാറ് പറയാം മിനിറ്റ് കൊണ്ട് പശുവിനെ. അത്രേ ആവശ്യമുള്ളൂ, അത്രേ കറക്കാൻ പാടുള്ളൂ. അരെ, പശുവിന്റെ പാല് മുഴുവൻ കറന്നെടുക്കാനുള്ളതല്ല. നമുക്ക് വളരെ അത്യാവശ്യത്തിന് എത്ര പാല് വേണം അത് കറന്നെടുക്കാം. അതിനാണ് ദോഹനം എന്ന് പേര്. അല്ലെങ്കിൽ അത് ശോഷണമാവും. അപ്പൊ ശോഷണമല്ല വേണ്ടത്, ദോഹനമാണ്. ആവശ്യത്തിന് കറന്നെടുക്കാവും. അതിന് എത്ര സമയം വേണം? അതിന് കുറച്ച് സമയമേ വേണ്ടൂ. അപ്പൊ അത്ര സമയമേ ഒരു അവധൂതൻ ഒരു ഗൃഹത്തിൽ തങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബന്ധം വരും. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്, ഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേതിനാമവേക്ഷതേ മഹാഭാഗ തീർത്ഥീകുറുവന്ന തദാശ്രമം. അപ്പൊ അതെങ്ങനെ സാധിച്ചു? എങ്ങനെയാണ് അദ്ദേഹം 7 ദിവസം ഒരിടത്ത് അടങ്ങിയിരുന്നത്? 7 ദിവസം കൊണ്ടാണ് ഭാഗവതം കേൾപ്പിച്ചതെന്നാണ് കേട്ടുള്ളത്. എങ്ങനെ 7 ദിവസം അടങ്ങിയിരുന്നു? ഇനി അടുത്ത സംശയം എന്നത്, അഭിമന്യുവിന്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത് അഭിമന്യു സുതം പ്രാഹുർ ഭാഗവതോത്തമം. അഭിമന്യു പുത്രനായിട്ടുള്ള പരീക്ഷിത്ത് പരമഭാഗവതനാണ് എന്നാണ് ഞാൻ കേട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജനനവൃത്താന്തവും അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. എന്തുകൊണ്ടാണ് ആ ചക്രവർത്തി പാണ്ഡവന്മാരുടെയൊക്കെ മാനവർദ്ധനായിട്ട് കെങ്കേമനായിട്ട് ചക്രവർത്തിയായിട്ട് പരീക്ഷിത്ത് എന്തുകൊണ്ട് ഗംഗാതീരത്ത് പ്രായോപവിഷ്ടനായി? എന്താ അതിന്റെ സന്ദർഭം? എന്താ അതിന്റെ കാരണം? അതെല്ലാം വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. തത്സർവം നസ്തമാചക്ഷ്വ. തത്സർവം എല്ലാം ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കത് വിസ്തരിച്ച് പറഞ്ഞു തരണം. സൂതൻ പറഞ്ഞു, ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാതഃ പരാശരാദ്യോഗീ വാസവ്യാം കലയാതരേ. 3ാമത്തെ യുഗമാണ് ദ്വാപര യുഗം. ആ 3ാമത്തെ യുഗമായിട്ടുള്ള ദ്വാപര യുഗത്തില് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അംശാവതാരം സ്വീകരിച്ചു. ആ ഭഗവാന്റെ അംശാവതാരമാണ് വ്യാസൻ, കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണൻ എന്നാണ് പേര്. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്ന പേര്. വേദങ്ങളെ തരംതിരിച്ച് ചിട്ടപ്പെടുത്തിയതുകൊണ്ട് വേദവ്യാസൻ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോ കെങ്കേമനാണ്, മഹായോഗിയാണ്. ഒരിക്കല് സരസ്വതി നദി തീരത്ത് അവിടെ ഇങ്ങനെ സന്ധ്യാവനമൊക്കെ കഴിഞ്ഞ് വിവിക്തദേശേ ആസീനഃ, ഒരു ഏകാന്തതയിൽ പ്രാതസന്ധ്യാവനം കഴിഞ്ഞു. രാവിലെ സൂര്യൻ ഉദിച്ചു. എന്നാണ് ഉദിതേ രവിമണ്ഡലേ, സൂര്യൻ ഉദിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹം സരസ്വതി തീരത്തുള്ള തന്റെ ആശ്രമം ശമ്യാപ്രാസം എന്നാണ് പേര്. ആശ്രമത്തിന്റെ പേരെന്താണ്? ശമ്യാപ്രാസം. ആ ശമ്യാപ്രാസം എന്ന തന്റെ ആശ്രമത്തിൽ അതിനെ ഇരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ ആലോചിച്ചു നോക്കി അദ്ദേഹം പറഞ്ഞു, ഈ കാലത്തിന്റെ ഈ പ്രവാഹത്തില് യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭവി യുഗേ യുഗേ. കലികാലം വരാൻ പോവാണ്. അപ്പോ
ഇനി വരാനിരിക്കുന്ന പല പല അനിഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലിങ്ങനെ വന്നു. അപ്പോ ഇനി വരാൻ പോകുന്ന കലിയുഗത്തിലെ ജനങ്ങളൊക്കെ മന്ദമതികളായി തീരും. ഭൗതികാനാം ച ഭാവാനാം ശക്തി ഹ്രാസം. ആധ്യാത്മിക ചിന്തയൊന്നും ഉണ്ടാവില്ല, വെറും ഭൗതിക ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരും. ദുർമേധാൻ, ദുഷ്ടബുദ്ധികളായി തീരും കലിയുഗത്തിൽ. ധർമ്മം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ആ ഒരു ധർമ്മ വിഷയത്തില് എങ്ങനെയായിരിക്കും ഈ സമാജം, സമൂഹം നിലനിൽക്കുക? ആലോചിച്ചോ. വ്യസിച്ച വേദവ്യാസൻ പിന്നീട് 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായ മഹാഭാരതം രചിച്ചു. മഹാഭാരതം തന്നെ. ഇത്രയും വലിയൊരു രചന ലോകത്തിൽ വേറെ ഇല്ല. പല കണക്കും പറയും, എന്നാലും 1.25 ലക്ഷം ശ്ലോകങ്ങൾ എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മഹാഭാരതം രചിച്ചു. മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതം ഉച്യത്തെ. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതമാണ്. പിന്നീട് ഈ വേദതത്വങ്ങളെയൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പുരാണങ്ങളും രചിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും തനിക്ക് എന്തുകൊണ്ടാണ് ഒരു മനസ്സമാധാനം ഇല്ലാത്തത്? ഒരു തൃപ്തി തോന്നുന്നില്ല. അപ്പോ എവിടെയെങ്കിലും എനിക്ക് പഴച്ചു പോയോ എന്നാണ് ചോദ്യം. തഥാപി ബദമേ ദൈഹ്യോ ഹ്യാത്മാജൈവ ആത്മനാ വിഭോ അസമ്പന്നൈവ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. അപ്പൊ എവിടെയാണ് എനിക്ക് ദോഷം വന്നത്? ഇത്രയൊക്കെ കാര്യങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ചെയ്തത്. തനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ വേദങ്ങൾ രചിച്ചതും മഹാഭാരതം എഴുതിയതും പുരാണങ്ങൾ രചിച്ചതും എല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലൂടെ ജനങ്ങൾക്ക് ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷേ ഇത്രയൊക്കെ രചിച്ചിട്ട് എനിക്ക് സന്തോഷം കിട്ടുന്നില്ലേ, പിന്നെ എങ്ങനെ ഇത് വായിച്ചാൽ മറ്റുള്ളവർക്ക് ഉണ്ടാവുക? ഇതൊക്കെ രചിച്ച് എനിക്കല്ലേ ഒരു ആത്മസംതൃപ്തി ആദ്യം ഉണ്ടാവേണ്ടത്, അതെനിക്കില്ല. അപ്പോ കിംബ ഭാഗവതധർമ്മ പ്രായേണ നിരൂപിത. ഞാൻ ഭാഗവത ധർമ്മങ്ങൾ വേണ്ടതുപോലെ നിരൂപിച്ചില്ല എന്നുണ്ടോ? എവിടെയെങ്കിലും എനിക്ക് പിഴച്ചോ? കിംബ ഭാഗവതധർമ്മ പ്രായേണ നിരൂപിത പ്രിയ പരമഹംസാന. കാരണം ഭാഗവത ധർമ്മങ്ങളാണ് പരമഹംസന്മാർക്ക് ഏറ്റവും പ്രിയം. ഭഗവത് ധർമ്മങ്ങൾ. അപ്പൊ അത് വേണ്ടതുപോലെ പറഞ്ഞില്ല എന്നുണ്ടോ? കാരണം ആ പരമഹംസന്മാരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ. തേ ഏവ അച്യുതപ്രിയ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? പരമഹംസന്മാർ. ആ പരമഹംസന്മാർക്ക് തൃപ്തിയില്ല. ഏത് കാര്യത്തില്? എന്റെ ഈ രചനയുടെ കാര്യത്തിൽ. അതായിരിക്കാം തസ്യൈവംഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ഖിന്നനായി വിഷണ്ണനായി ആ ശമ്യാപ്രാസം എന്ന തന്റെ ആശ്രമത്തില് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കെ ആര് വന്നു? നാരദോഭ്യാശ്രമം. നാരദൻ വന്നു ചേർന്നു. നാരായണ നാരായണ. നാരദനെത്തി. വന്നപ്പോ തന്നെ വളരെ സന്തോഷത്തോടുകൂടി വേദവ്യാസൻ എഴുന്നേറ്റു.
അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പൂജയാമാസ വിധിവത്, വിധിപ്രകാരം പൂജിച്ചു, സൽക്കരിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോ സുഖമായിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാരദര് കൃഷ്ണദ്വൈപായനെ കണ്ടപ്പോഴ്, വേദവ്യാസനെ കണ്ടപ്പോഴ് ഒരു വല്ലായ്മ തോന്നി. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. നാരദരായതുകൊണ്ട് പിന്നെ ഫോർമാലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ തന്നെ ചോദിച്ചു, എന്ത് പറ്റി? ആരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസേവ. സുഖം തന്നെയല്ലേ? ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ സന്തോഷം തന്നെയാണോ? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന അങ്ങ് രചിച്ച മഹാഭാരതം. ഭാരതം രചിച്ചില്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണം? സർവാർത്ഥ പരിബർഹിതം ഭാരതം. ഇനിയൊന്നും ചേർക്കാനില്ല. ഇതിഹാസ്യ തദന്യത്ര എന്നേ ക്വചിത്. ഇതിനെ കുറിച്ച് പറയുന്നതാ, മഹാഭാരതത്തെ കുറിച്ച് പറയുന്നതാണ്. ഇതിഹാസ്യ തദന്യത്ര. യാതൊന്നാണോ ഇവിടെയുള്ളത് അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നേ ഹാസ്തി, യാതൊന്നാണോ ഇവിടെ ഇല്ലാത്തത് നത്വച്ഛത്, അത് വേറെ എവിടെയും ഇല്ല. അതാണ് മഹാഭാരതം. അതുകൊണ്ട് സർവാർത്ഥ പരിബർഹിതം. അങ്ങനെ സർവാർത്ഥ പരിബർഹിതമായിട്ടുള്ള സാക്ഷാൽ മഹാഭാരതം അങ്ങ് രചിച്ചു എന്നുള്ളത് എത്രയെത്ര അങ്ങേ അഭിനന്ദിച്ചാലും മതിയാവില്ല. വളരെ സന്തോഷമായി. പിന്നെ എന്താണ് അങ്ങയുടെ പ്രയാസം? ജിജ്ഞാസിതം അധീതം ച യത്തത് ബ്രഹ്മ സനാതനം. എന്താ പറഞ്ഞത്? സനാതന ബ്രഹ്മത്തെ അധീതം. സനാതന ബ്രഹ്മത്തെ കുറിച്ച് അങ്ങ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വേദത്തിന്റെ പരമ താല്പര്യമാണെന്ന് സനാതന ബ്രഹ്മം. ആ സനാതന ബ്രഹ്മത്തെ കുറിച്ച് അങ്ങ് ബ്രഹ്മസൂത്രത്തിലൂടെ നന്നായിട്ട് വിചാരം ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തോ ഒരു പോരായ്മ ഉള്ളതുപോലെ അങ്ങേക്ക് തോന്നും. ആത്മാനം അകൃതാർത്ഥ. എന്താ പറഞ്ഞത്? അകൃതാർത്ഥ. ഒരു കൃതാർത്ഥതയില്ല അങ്ങേക്ക്, അല്ലേ? അതല്ലേ ശരി? അപ്പോ വേദവ്യാസൻ പറഞ്ഞു, അങ്ങ് സംശയിച്ചത് വളരെ വളരെ ശരിയാണ്. അസ്ത്യേവമേ സർവമിദം ത്വയോക്തം തഥാവിനാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമയേ ത്വാത്മഭവാത്മഭൂതം. എന്ന് പറഞ്ഞതെല്ലാം ശരി. അസ്ത്യേവമേ, എനിക്ക് ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ട്, വേദവും ഒക്കെ എല്ലാം മനസ്സിലാക്കി, ശരിയാ. പക്ഷേ തഥാപി ആത്മാന്ന പരിതുഷ്യ, എനിക്കൊരു ആത്മസംതൃപ്തി. അതിന്റെ കാരണം എന്താണ് എന്ന് അവ്യക്തം. തന്മൂലം അവ്യക്തം. ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അഗാധബോധം ത്വാം പൃച്ഛാമി, അറിവുള്ള അങ്ങയോട് ചോദിക്കുക. സാക്ഷാൽ ബ്രഹ്മപുത്രനായിട്ടുള്ള അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു അകൃതാർത്ഥതയുടെ കാരണം? ഈ തൃപ്തിയില്ലായ്മയുടെ കാരണം എന്താ? അത് അങ്ങ് തന്നെ പറഞ്ഞു തരണം. അപ്പോ നാരദനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു. അങ്ങ് ലോകനന്മയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ആളാണ്. ആരെ പോലെ? സൂര്യനെ പോലെ. പര്യടന് അർക്കൈവ ലോകീമന്തശ്ചരോ വായുരിവാത്മസാക്ഷി. വായുവിനെ പോലെ. വായു അങ്ങനെയാണ്.
എവിടെയും കയറി ചെല്ലും അല്ലേ? ആരെങ്കിലും പെർമിഷൻ വേണോ? വായുവിന് വേണ്ട. അതുപോലെയാണ് ആരും നാരദരങ്ങനെ വായുരിവ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യ സ്വരൂപനായിട്ട് ഭഗവാനില്ലേ? അതുപോലെ ആത്മസാക്ഷി. ഇങ്ങനെയാണ് നാരദന്റെ സംസാരം. അതുകൊണ്ട് പരാപരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വ. അതുകൊണ്ട് അങ്ങ് തന്നെ പരവും അപരവും ഒക്കെ ആയിട്ടുള്ള ആ ബ്രഹ്മത്തിൽ തന്നെ ദൃഢനിഷ്ഠയുള്ള ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള അങ്ങ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. എന്റെ ദുഃഖ കാരണം എന്താണ് എന്നങ്ങ് പറഞ്ഞു തരണം. കാരണം ധർമ്മ ആചരണം കൊണ്ട് വേദത്തിലും യോഗം കൊണ്ട് പരബ്രഹ്മത്തിലും നിഷ്ഠയുള്ള അങ്ങ് എല്ലാം എന്നെ മറുപടി പറഞ്ഞു തരണം. നാരദർ പറഞ്ഞു. സംശയമൊന്നുമില്ല, നാരദർ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു. എന്താ കാരണം? ഞാൻ ആലോചിച്ചിട്ട് പറയാൻ പോകുന്നല്ല പറഞ്ഞു. ഭവതാ അനുദിതപ്രായം യശോ ഭഗവതോമന. ഭഗവാന്റെ നിർമ്മല യശസ്സിനെ അങ്ങ് വേണ്ടതുപോലെ വർണ്ണിച്ചില്ല. ഭഗവാന്റെ സത്കീർത്തിയെ വർണ്ണിക്കാതെ വേറെ എന്തൊക്കെ വർണ്ണിച്ചിരുന്ന കാര്യം? വർണ്ണിക്കേണ്ടത് എന്താണോ അത് വർണ്ണിച്ചില്ല. ഏനൈവ അസൗദ തുഷ്യേതമെന്നേ തദ്ദർശനം ചിലം. ആ ഭഗവാൻ മഹിമ വർണ്ണിക്കുമ്പോൾ മാത്രമേ ഭഗവാൻ തൃപ്തനാവൂ. കാരണം ഭഗവാൻ മഹിമ ആർക്ക് വേണ്ടിയിട്ടാ? ലോകത്തിന് വേണ്ടിയിട്ടാണ്, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്, സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിർമ്മല ചിത്തന്മാരായിട്ടുള്ള പരമഹംസന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ലോകത്തിന് തൃപ്തി വരണം. അതിന് ഭഗവാന്റെ മഹിമ വേണ്ടതുപോലെ വർണ്ണിക്കണമായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ വർണ്ണിച്ചിട്ടില്ല, അപൂർണമാണ്. മഹാഭാരതം വർണ്ണിച്ചു, 1,00,000-ലധികം ശ്ലോകങ്ങൾ എഴുതി. എന്തായിരുന്നു വിഷയം? ധർമാർത്ഥ കാമമോക്ഷം. മഹാഭാരതത്തിന്റെ വിഷയം എന്താ? ധർമ്മം അർത്ഥം ധർമ്മ്യഥാ ധർമാദേശ്ചാർത്ഥാ മുനിവര്യ അനുകീർത്തിതാ തഥാ വാസുദേവസ്യ മഹിമായി അനുവർത്തിത. ഭഗവാന്റെ മഹിമ വേണ്ട പോലെ പറഞ്ഞിട്ടില്ല. മഹാഭാരതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിനും പെണ്ണിനും വേണ്ടി യുദ്ധം ചെയ്യണം. എന്താണ് സന്ദേശം? മണ്ണിനും പെണ്ണിനും വേണ്ടി യുദ്ധം ചെയ്യണം. അല്ലാതെ എന്താ സന്ദേശം പറയാനുള്ളത്? ഒരു 5-6 സ്ഥലത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്തത്? യഥോ ധർമ്മ തഥോ ജയ. മഹാഭാരതത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നൊരു വരിയാണത്. യഥോ ധർമ്മ തഥോ ജയ. യഥ കൃഷ്ണ തഥോ ധർമ്മ യഥോ ധർമ്മ തഥോ ജയ. അപ്പൊ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അതും ധർമ്മത്തിന്റെ പരികീർത്തനമാണ്. ഭഗവാന്റെ പരികീർത്തനമാണോ അത്? ആണോ? അല്ല, അത് ധർമ്മത്തിന്റെ പരികീർത്തനമാണ്. ധർമ്മം എന്ത് എന്നുള്ളതിന് പല സന്ദർഭങ്ങളിലും പലതരത്തിൽ വ്യാഖ്യാനിക്കും. അവിടെ മഹാഭാരതത്തിന്റെ ധർമ്മം ഇന്നും വിവാദ വിഷയമാണ്. കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധമായിരുന്നു, അധർമ്മയുദ്ധമല്ലേ നടന്നത്? നമ്മുടെ ദൃഷ്ടിയില് പലതും അധർമ്മമാണ്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ലോക നന്മ നോക്കുമ്പോഴ് പലതും ധർമ്മമാണ്. അപ്പൊ പറയും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷെ എന്നാലും ഭഗവാന്റെ കീർത്തനമല്ല ഇത് മഹാഭാരതം. അപ്പൊ അങ്ങ് ഇത്രയൊക്കെ എഴുതിയെങ്കിലും ഭഗവാന്റെ മഹിമ വർണ്ണിച്ചില്ല. നയത്വചിത്രപദം ഹരറിയശോ ജഗത് പവിത്രം പ്രഗണീതകരീജൻ
തദ്വായസംത്യർത്ഥം ശന്തി മാനസ നയത്രഹംസ നിരമന്യുശിക്ഷയാ. അപ്പോ ഭഗവാന്റെ മഹിമ വർണ്ണിക ലോകത്തെ മുഴുവൻ പവിത്രമാക്കുന്നതായ ശ്രീഹരിയുടെ യശസ്, ഹരേർ യശ, ആ ഭഗവാന്റെ സത്കീർത്തി, ആ സത്കീർത്തിയെ വർണ്ണിക്കാത്തതാണെങ്കിൽ സജ്ജനങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ലടോ. ഏതുപോലെ മാനസ സരസില് നീന്തി കളിക്കുന്ന അരയന്നങ്ങള് ഈ കാക്ക കുടിക്കുന്ന ചേറ്റുമുടിൽ ഒന്ന് കുടിക്കൂ, ഇഷ്ടാവൂ? വായസം തീർത്ഥം എന്നാവും. വായസം എന്നല്ല, കാക്ക. കാക്ക ഇങ്ങനെ അരക്കുളി കുടിക്കുന്ന ചെളിവെള്ളം ഉണ്ടല്ലോ, ആ ചെളിവെള്ളത്തില് മാനസ സരസിലെ ഹംസങ്ങൾ വരൂ, ഇഷ്ടാവൂ? ഇല്ല. മാനസ സരസ് എവിടെ? ഈ ചളിക്കുണ്ട് എവിടെ? മാനസ സരസ് കൈലാസ യാത്ര ചെയ്തവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണത് മാനസ സരസ്. മാനസ സരസ് കാണുന്നത് വരെയും മാനസ സരസിൽ കുടിക്കുന്നത് വരെയും ഞാൻ കരുതിയിരുന്നത് മാനസ സരസ് വന്ന ഒരു നമ്മുടെ പത്മതീർത്ഥം പോലെയുള്ള ഒരു സരസായിരിക്കും, ഒരു തടാകമായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത്. മാനസ സരസിൽ എത്തിയപ്പോഴാണ്, മാനസ സരസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറ്റം കാണാൻ പറ്റാത്ത, ഏകദേശം ഇവിടെ നിന്ന് എറണാകുളം പോകുന്ന അത്രയും ദൂരം, എത്ര കിലോമീറ്റർ, എത്രയോ കിലോമീറ്റർ ദൂരത്തില് വിശാലമായിട്ട് തിരമാലകൾ അടഞ്ഞു വരിക, കടലിലെ തിരമാല, അത്രയും വിശാലമായ സരസാണ്. നോക്കിയാൽ അടിയിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ കല്ലോ ചെടിയോ പായലെല്ലാം നമുക്ക് കാണാം. ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല, മാനസ സരസിലല്ലാതെ. അച്ഛസ്ഫടികം, സ്ഫടികം. അപ്പൊ അങ്ങനെയുള്ള മാനസ സരസിലാണ് ആര്? ഹംസങ്ങള്. എത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് അവര് എവിടെയെത്തും? മാനസ സരസിൽ പോകുമത്രേ. മാനസ സരസില് മാത്രം കാണുന്ന, വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ്. നല്ല ഉരുക്കിയ സ്വർണം എങ്ങനെയാണ്, അതുപോലെയുള്ള വർണ്ണത്തോടു കൂടിയ പക്ഷി, സുവർണ ചകോലം. പേര് കേട്ടിട്ടല്ലേ? അത് മറ്റേ ഫിലിം ഫെസ്റ്റിവലിൽ കൊടുക്കുന്ന അവാർഡല്ലേ കേട്ടിട്ടുള്ളത്? ഇതാണ് ആ പേരതുകൊണ്ട് വന്നതാണ്. കാരണം അത്രയും വിശേഷപ്പെട്ടതാണ്. നല്ല സ്വർണം പോലെ അപൂർവമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പോയ സമയത്ത് കാണാൻ സാധിച്ചു, നമ്മളത് ഫോട്ടോ ഒക്കെ എടുത്തപ്പോ തന്നെ. അപ്പൊ മാനസ സരസിലെ അരയന്നങ്ങൾ, ഈ കാക്ക ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന, അരക്കുളി കുടിക്കുന്ന ചെളിക്കുണ്ട് കണ്ടില്ലേ? അതിനാനന്ദം അനുഭവിക്കില്ല. തദ്വായസം ശന്തി മാനസാനയത്രഹംസാ നിരമന്യുശിക്ഷയാ തദ്വാംബി സദ്ഗോജഹതാഹ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധഭക്ത്യപി. അപ്പോ ഓരോ ശ്ലോകത്തിലും തെറ്റുണ്ടെങ്കിലും അബദ്ധഭക്ത്യപി എന്നാണ്. ഓരോ ശ്ലോകത്തിലും തെറ്റുണ്ടെങ്കിൽ പോലും, ഇനി കവിതാ ഗുണമൊന്നുമില്ലെങ്കിൽ പോലും, സാഹിത്യ ഭംഗിയൊന്നുമില്ലെങ്കിൽ പോലും, ഭഗവാന്റെ മഹിമ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം. ആർക്ക്? അതാണ് സജ്ജനങ്ങൾ വീണ്ടും 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 കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശൃണ്വന്തി ഗായന്തി ക്രീഡന്തി സാധ. സജ്ജനങ്ങള് അത് കേൾക്കുന്നു, അത് പാടുന്നു, അതങ്ങനെ കീർത്തനം ചെയ്യുന്നു, അവർക്ക് അതിനാണ് ആനന്ദം. അതുകൊണ്ട് ഭഗവത് ഭാവമില്ലെങ്കിൽ നൈഷ്കർമ്യമപ്യുതഭാവവർജിതം നശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. നൈഷ്കർമ്യം, എന്താ നൈഷ്കർമ്യം എന്ന് പറഞ്ഞാല്? സർവകർമ്മ ഫലത്യാഗം അല്ലേ?
സർവകർമ്മഫല ത്യാഗം. അപ്പൊ സർവകർമ്മഫല ത്യാഗം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം പോലും ഭക്തിയോട് കൂടിയിട്ടല്ലെങ്കിലോ അത് വ്യർത്ഥമാണ്. വലിയ മഹാജ്ഞാനിയാണ്, ഭക്തി തൊട്ടു തീണ്ടിയിട്ടില്ല, നല്ല പ്രയോജനമുണ്ടോ? ഭക്തിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? പ്രഹ്ലാദൻ പറയും നരസിംഹസ്വാമിയോട്, അല്ലേ, എത്ര വലിയ കുലത്തിൽ ജനിച്ചിട്ടുണ്ടാ, എത്ര വലിയ കുലത്തിൽ ജനിച്ചവനാണെങ്കിലും ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ അവൻ പട്ടിയത്തിൽ നിന്ന ചണ്ടാളനേക്കാൾ കഷ്ടം. അപ്പോ ഭക്തിയില്ലാത്ത, ഭഗവത് ഭക്തിയില്ലാത്ത, ഭഗവത് ഭജനം ചെയ്യാത്ത വലിയ ഉന്നത കുല ജാതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനേക്കാളും ശ്വപചം വരിഷ്ഠം. ശ്വപചം എന്ന് പറഞ്ഞാൽ പട്ടിയത്തിൽ നിന്ന് ചണ്ടാളൻ, അവനാണ് കേട്ട. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു, പുനഃശശ്വതഭദ്രമീശ്വരേ നർപ്പിതം കർമ്മ യദപ്യകാരണം. അപ്പോ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? എങ്ങനെ മനഃശുദ്ധി ഉണ്ടാകും? അതുകൊണ്ട് ഹേ മഹാഭാഗ, അല്ലയോ കൃഷ്ണദ്വൈപായന, ഇനി ചെയ്യേണ്ടത് എന്താണ് പറയണം. ഇനി ചെയ്യേണ്ടത് ഭവാൻ അമോഘത് ശുചിശ്രവ സത്യരഥോ ധൃതവ്രത. അങ്ങ് പരമയോഗ്യനാണ്, ധൃതവ്രതനാണ്. അങ്ങയുടെ വാക്ക് ഒരിക്കലും വ്യർത്ഥമാവില്ല. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് എന്ത് ചെയ്യണം? സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം. അങ്ങ് ഒന്ന് സമാധിസ്ഥനാവും. സമാധി എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തലയ സമാധി. വിസ്തരിച്ച് പറഞ്ഞതാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അഷ്ടാംഗ യോഗം. അതിൽ എട്ടാമത്തെയാണ് ഇത് സമാധി. ചിത്തലയമാണ് സമാധി, മനസ്സ് ലയിക്കുന്നതാണ് സമാധി. അത് വിസ്തരിച്ച് ഇനി കാമലത്തിൽ ഞാൻ പറഞ്ഞു തരും, അപ്പോ കേൾക്കാം. ഇപ്പൊ അതിലേക്ക് പോകണ്ട. അപ്പോ ആ സമാധിയിൽ ചിത്തലയം ഉണ്ടായാൽ, ഭഗവാനിൽ മനസ്സങ്ങളിൽ ലയിച്ചാൽ അങ്ങേക്ക് തന്നെ ഉള്ളിൽ തെളിയും ഭഗവാന്റെ കഥകൾ. തദ്വിചേഷ്ടിതം അത് കഴിയാം. അങ്ങനെ വിസ്തരിച്ച് ആ ഭാഗവതം രചിക്കുകയാണ് വേണ്ടത്. അങ്ങയുടെ ഉള്ളിൽ അത് പ്രകാശിക്കും. അപ്പോ ഭഗവാനെ ഒഴികെ മറ്റെന്തിനെ പ്രതിപാദിക്കുമ്പോഴും അവയുടെ നാമരൂപങ്ങളിൽപ്പെട്ട, അങ്ങനെയാണല്ലോ നമ്മൾ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മള് അതിന്റെ നാമവും അതിന്റെ രൂപമൊക്കെ സ്മരിക്കില്ലേ? അപ്പൊ അങ്ങനെ ആ നാമരൂപങ്ങളിലൊക്കെ പെട്ട മനസ്സ് ഏതുപോലെ കാറ്റത്ത് അലയുന്ന ആടുന്ന തോണിയെ പോലെ ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനസ്സ് നിശ്ചലമാകുന്ന വഴി ഭഗവത് സ്മരണം, ഭഗവത് ധ്യാനം. ഭഗവത് ധ്യാനത്തിലൂടെ, ഭഗവത് സ്മരണയിലൂടെ പൂർണ്ണമായും മനസ്സ് നിശ്ചലമായി തീരും. അത് അങ്ങേക്ക് സാധിക്കും. അങ്ങേക്ക് മാത്രമേ അതിപ്പോൾ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈശ്വരാഭിമുഖമായിട്ടുള്ള ആ മനസ്സ്, ഭക്തി കൊണ്ട് മാത്രം ലഭിക്കുന്ന ഈശ്വരാധീനമായിട്ടുള്ള മനസ്സ്, ആ മനസ്സ് വിഷയങ്ങളൊക്കെ വിട്ട് ഈശ്വരാഭിമുഖമായി തീരണം. ഭഗവത് കഥകൾ അങ്ങനെ കേട്ട് 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 അങ്ങ് രചിക്കാൻ പോകുന്ന ആ ഭഗവത് കഥകൾ കേട്ട് 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 ജനങ്ങളുടെ മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക് ലയിക്കും. അങ്ങനെ ഭഗവാനിലേക്ക് മനസ്സ് ലയിക്കുന്ന സമയത്ത് സാധാരണക്കാർക്ക് പോലും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഇപ്പൊ അത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് ശ്രീമദ് ഭാഗവതം